എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു 6 കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ വീഡിയോയിൽ പറയണത്. ഒരു 6 ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നിട്ടൊന്ന് ഉറങ്ങാൻ പോവുക. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ, ഇന്നത്തെ ദിവസം എടുത്തിട്ട് ഞാൻ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തോ എന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു അനലൈസേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്, ലവ് അല്ലേ, ഒരു അനുകമ്പ എന്ന് പറഞ്ഞ ഫീലിംഗ് ആണ് വരണത്. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഹെൽപ്പിങ്, ഒരു ബുക്ക് എടുത്ത് കൊടുത്തതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശം, അല്ലെങ്കിൽ അവർ ചോദിച്ചൊരു കാര്യത്തിന് മറുപടി കൊടുത്തതോ, ഒരു സ്മൈൽ ചെയ്തതോ, എല്ലാം ഒരു ഹെൽപ്പിംഗ് ആണല്ലേ. ഒരു ഡിപ്രഷനിലായിരിക്കുന്ന ആളുടെ അടുത്ത് ഓക്കെ പോട്ടടാ എന്ന് പറഞ്ഞ് ആ പറയണത് ഒരു സഹായമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഹെൽപ്പിങ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അഥവാ ഇല്ല എന്നാണ് മറുപടി എങ്കിൽ, നാളെ ഞാനത് ചെയ്യും, കോൺഷ്യസ്ലി ഞാൻ അതിന് എഫേർട്ട് എടുക്കും എന്നൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് മെയ്ഡ് മീ ഹാപ്പി ടുഡേ, ഇന്നത്തെ ദിവസത്തിൽ എന്നെ സന്തോഷിപ്പിച്ചത് എന്താണ്. അപ്പോൾ അവിടെ ഫീൽ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ, അത് ഫീലിംഗ് ആവാം, ഒരു മെറ്റീരിയൽ തിങ് ആവാം, എന്തെങ്കിലും ആയിരിക്കട്ടെ അല്ലേ, ആ ഒരു സാധനം കിട്ടുമ്പോഴല്ലേ നമ്മൾ ഹാപ്പി ആവുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി, മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു നല്ല വാക്ക് കിട്ടി, അപ്രിസിയേഷൻ കിട്ടി, എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് ആ ഒരു ദിവസത്തിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാഷൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്ക് അതിന് യെസ് എന്നാണ് മറുപടി എങ്കിൽ, അതിൻ്റെ ഉത്തരം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഫീലിംഗ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഐ എം ലേൺ, എന്താണ് ഞാൻ ഇന്നത്തെ ദിവസം പഠിച്ചത്. ആ പഠിച്ചത് കണക്റ്റ് ആവുന്നത് ഫോർഗീവ്നെസ് ആണ്. അതായത് ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടു, നമുക്ക് അവരോട് ദേഷ്യം തോന്നി, എന്നാലും നമ്മൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറായെങ്കിൽ ആ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ ഫീലിംഗ് ആണ് അവിടെ കിടക്കണത് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ ഇമോഷനാണ് നമുക്ക് കണക്റ്റ് ആയിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷൻ, ഇന്ന് ഞാൻ കണ്ട എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് വേണം എന്ന് എനിക്ക് തോന്നിയിരുന്നോ. ആരെങ്കിലും കണ്ടിട്ടാവാം, എന്തെങ്കിലും വായിച്ചിട്ടാവാം, ബുക്കുകൾ വായിച്ചിട്ടാവാം, ഇൻസ്പയർഡ് ആയിട്ടാവാം, എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടാവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് എനിക്കിത് ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിഷൻ ഫോർ ഫ്യൂച്ചറാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിൽ ഇന്ന സാധനം എനിക്ക് വരണം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണല്ലേ. അപ്പോൾ വിഷൻ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇമോഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതായിരുന്നു, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ പാർട്ട് എന്തായിരുന്നു. അതാണ് അഞ്ചാമത്തെ ചോദ്യം. അത് നേരെ കണക്റ്റ് ആവുന്നത് പെർഫെക്റ്റ് ഡേയിലേക്കാണ് അല്ലേ. ആ ഒരു ഫേവറേറ്റ് പാട്ട് കാരണം ഞാൻ വളരെയധികം എൻ്റെ ഡേ ഭയങ്കര പെർഫെക്റ്റ് ആയി എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് അവിടെ കൊണ്ടുവരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രയർ പോലെ എല്ലാവരും, ഈ ലോകത്തിലെ എല്ലാവരും ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ്. അതെവിടേക്ക് കണക്റ്റ് ആവുന്നത്, നമ്മുടെ സൂപ്പർ നാച്ചുറൽ പവറിലേക്ക്, ഗോഡ്, ക്രിയേറ്റർ, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരണത് ആ ഒരു സംഭവത്തിലേക്ക് നേരെ കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അങ്ങനെ 6 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമുക്ക് 6 ഫീലിംഗ് എന്ന് പറയുന്ന സാധനമാണ് വന്നത്. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരം യെസ് എന്നായിരുന്നെങ്കിൽ കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചോദ്യം നമ്മൾ എന്താ ചോദിച്ചത്, ഇതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. അതിൻ്റെ ഉത്തരം യെസ് ആണെങ്കിൽ എന്തോ ഒരു സാധനം നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഫീലിംഗ് ആണ്. മൂന്നാമത്തെ സാധനം നിങ്ങൾ എന്താണെന്ന് ലേൺ ചെയ്തിട്ടുള്ളത്. ആ ലേണിംഗ് എന്ന പ്രോസസ്സ് കണക്റ്റ് ആവുന്നത് എപ്പോഴും ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ ഇമോഷനിലേക്കാണ്. നാലാമത്തെ പോയിന്റ്, എന്തെങ്കിലും ഒരു സാധനം ഇന്ന് നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടോ, അതെന്തായിരിക്കും നമ്മുടെ ലൈഫിൽ, അത് വേണമെങ്കിൽ വിഷൻ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സാധനമാണ് കണക്റ്റ് അയക്കണത്. അഞ്ചാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഏതായിരുന്നു. പെർഫെക്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യണത്. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയർ, ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു സാധനം, അത് നേരെ കണക്റ്റ് ആവുന്നത് സൂപ്പർ നാച്ചുറൽ പവറിലേക്കാണ്. ഈ ഒരു 6 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ യെസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഈ പറയുന്ന 6 ഫീലിങ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തരം മെഡിറ്റേഷൻ, 6 ഫേസ് മെഡിറ്റേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർ ഈ 6 ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നും ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളും പോയി ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഈ 6 ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ഫീലോട് കൂടി ഒന്ന് പോയി കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ എനർജി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാക്കുക ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ
ഉള്ളിൽ വർക്കായി തുടങ്ങിയെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോ തരാം. ദിസ് ഇസ് ജോഷി മാഡം സൈനിങ് ഓഫ്.